ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ധ്യാന ചിന്താ വിഷയം ലോകത്തിൻ്റെ അപ്പവും ജീവൻ്റെ അപ്പവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ രണ്ട് അപ്പത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിൻ്റെ അപ്പം എന്ന് ബൈബിളിൽ സൂചിപ്പിക്കുന്നത് ലോകപ്രകാരമുള്ള അനുഗ്രഹത്തെയാണ്. ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായ ഭൗതികമായ അനുഗ്രഹങ്ങളുടെ പ്രതീകമാണ് ലോകത്തിൻ്റെ അപ്പം എന്ന് പറയുന്നത്. നമുക്കത് ആവശ്യമാണ്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുകയാണ്: ദൈവവചനം ശ്രവിക്കുന്നതിന് വേണ്ടി ദൈവജനം അവൻ്റെ ചുറ്റിനും തിങ്ങിക്കൂടി എന്ന്. ദൈവവചനം ശ്രവിക്കുന്നതിന് അതികാലത്തെ എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ തിരക്കിക്കൂട്ടിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണം ആരംഭിച്ചത് ദൈവവചനത്തിനോടുള്ള വലിയൊരു താല്പര്യവും ആഗ്രഹവും വർദ്ധിപ്പിക്കുകയുണ്ടായി. ദൈവവചനത്തിലും പരിശുദ്ധാത്മാവിലുള്ള ഒരു വഴി നടത്തലാണ്, പരിശുദ്ധാത്മാവിലും ദൈവവചനത്തിലുമുള്ള ഒരു ആശ്രയബോധത്തിലുള്ള ഒരു ക്രൈസ്തവ ജീവിതം നയിക്കപ്പെടുന്ന ഒരു ആധ്യാത്മികത വളർത്തിക്കൊണ്ടുവരികയാണ് കരിസ്മാറ്റിക് നവീകരണം ചെയ്തത്. അതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ എല്ലാവരുടെ കൈകളിലും ബൈബിൾ ഉണ്ടായിരുന്നു. ആരെല്ലാം പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുന്നോ എല്ലാ കരിസ്മാറ്റിക്കുകാരും കരിസ്മാറ്റിക് പ്രേ ഗ്രൂപ്പിൽ പോകുമ്പോൾ അവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു. ബൈബിളുമായിട്ടേ അവർ പോവുകയുള്ളൂ. ദൈവവചനത്തെക്കുറിച്ചാണ് കൂട്ടായ്മയിൽ കൂടുതൽ ഷെയർ ചെയ്യുന്നത്. അത് എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിലുള്ള ഒരു പരിപാലന, പരിശുദ്ധാത്മാവിന് വലിയൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനാ ശൈലിയായിരുന്നു ആ കാലഘട്ടത്തിൽ നടത്തിപ്പോന്നിരുന്നത്. അതാണ് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ വളർച്ച. ആദ്യ കാലഘട്ടങ്ങളിലെ എല്ലാ കരിസ്മാറ്റിക് അനുഭവമുള്ളവരും അങ്ങനെ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും നയിക്കപ്പെട്ട ഒരു ജീവിതശൈലി പിന്തുടർന്നവരാ. എന്നാൽ കാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ അടുത്ത 10, 20, 25 വർഷമായിട്ട് ദൈവവചനത്തിലുള്ള ഒരു താല്പര്യവും പരിശുദ്ധാത്മാവിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതശൈലിയിൽ നിന്നും മാറ്റപ്പെട്ട് നമ്മുടെ നവീകരണ പ്രസ്ഥാനങ്ങളെല്ലാം നവീകരണം എന്നുള്ളത് മാറ്റിയിട്ട് ഭൗതികമായ ആ ആവശ്യങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട്, ഭൗതികമായ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ വിഷയങ്ങളൊക്കെ ആ വിധത്തിൽ തിരിച്ചുവിടുകയും നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളെല്ലാം ആ വിധത്തിൽ ഫോക്കസ് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും ദൈവവചനത്തിനും പ്രാധാന്യം കൊടുത്തിരുന്ന നവീകരണ പ്രസ്ഥാനങ്ങൾ ഇന്ന് പല മേഖലകളിലേക്ക്, ഭൗതിക തലങ്ങളിലേക്ക് തിരിഞ്ഞതായി നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇന്ന് വ്യക്തികളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വഴിനടത്തലില്ല. നിത്യജീവനെക്കുറിച്ചുള്ള, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള, ആത്മരക്ഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടോ ചിന്താഗതികളോ സംസാര രീതികളോ പഠിപ്പിക്കലുകളോ ഇപ്പോൾ നടക്കുന്നില്ല. ഞാനിത് പറയുമ്പോൾ കാടടച്ച് ഞാൻ പറയുകയല്ല,
പൊതുവേ ഉള്ള കാര്യം ഞാൻ പറയുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ചില ധ്യാനഗുരുക്കന്മാർ ചിലർ നന്നായിട്ട് ദൈവവചനത്തിനും നിത്യജീവനും മാനസാന്തര ജീവിതത്തിനും ആത്മാവിലുള്ള നടത്തിപ്പിനും വേണ്ടി ഫോക്കസ് ചെയ്തുകൊണ്ട് ചിലർ ഇപ്പോഴും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. എന്നാൽ പൊതുവേ പ്രിയമുള്ളവരെ, ഭൗതിക കാര്യങ്ങൾ സാധ്യമാക്കാൻ വേണ്ടിയിട്ട്, ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഹല്ലേലൂയായും ഈ സ്തോത്രവും ഈ ധ്യാനങ്ങളും ഈ പരിപാടികളെല്ലാം മാറ്റപ്പെട്ടതായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പണ്ട് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ 10, 30, 40, 50 വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ക്വാളിറ്റി, ആ അഭിഷേകം, ആ ആധ്യാത്മിക വിശുദ്ധി ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശ, അങ്ങനൊരു ചിന്ത പോലും ഇന്ന് ജീവയാനത്തിനെ കുറിച്ചില്ല. ഈ ലോകത്തിൽ എന്തെങ്കിലും നമുക്ക് പ്രാപിക്കണം, നേടിയെടുക്കണം. അതിന് വേറെ പോകാൻ വഴിയൊന്നുമില്ലെങ്കിൽ വലിയ ചെലവില്ലാതെ നമുക്ക് നമ്മുടെ ആവശ്യം നടക്കുന്നതിന് ഉള്ള ഉപാധിയാണ് ഇന്ന് ധ്യാന കേന്ദ്രങ്ങളോ കൺവെൻഷൻ സെൻറ്ററുകളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ ഊട്ടുനേർത്ത സ്ഥലങ്ങളോ ഉട്ടമ്പടി സ്ഥലങ്ങളോ ഒക്കെ ആയി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ ആത്മീയ ഭവിഷ്യത്തുകളിലേക്കാണ് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. നമ്മൾ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, യേശുവിൻ്റെ അടുക്കൽ രോഗശാന്തിക്ക് വേണ്ടി അനേകർ കടന്നു വരുന്നുണ്ട്. രോഗശാന്തി മാത്രം പ്രതീക്ഷിച്ച്. അത് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ രോഗശാന്തിയും മറ്റു പല രോഗങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി അനേകർ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്നു. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 34-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയുള്ള ദൈവവചനം കേൾക്കാൻ വേണ്ടി ആദ്യം വന്നു, പിന്നെ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവശരായിരിക്കുന്ന രോഗികളെ കണ്ട്, പട്ടിണി കിടന്ന ഇങ്ങനെയുള്ള മക്കളെ കണ്ട് യേശു മനസ്സലിഞ്ഞു എന്ന് പറയുന്നുണ്ട്. യേശു മനസ്സലിവുള്ളവനാണ്. യേശു മനസ്സലിഞ്ഞ് അവരെ സുഖപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. യേശു രോഗശാന്തി തരുന്നവനാ. യേശു നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്നവനാ. കുടുംബത്തെ മുഴുവൻ രക്ഷയിലേക്ക് നയിക്കുന്നവനവന്. നമുക്ക് പാപത്തിൽ നിന്ന് വിടുതൽ നൽകുന്നവനാ. എല്ലാ മേഖലയിലും കർത്താവ് നമുക്ക് വിടുതൽ നൽകും. രോഗത്തിൽ നിന്ന് സൗഖ്യം തരുന്നവനവൻ. രോഗികളെ കണ്ട് മനസ്സലിഞ്ഞവനവൻ. ഇടയനില്ലാത്ത ആടുകളെ കണ്ട് മനസ്സലിഞ്ഞു എന്ന് മറ്റൊരു ഭാഗത്ത് നമുക്ക് തിരുവചനത്തിൽ കാണാൻ പറ്റും. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ മനസ്സലിഞ്ഞു. അപ്പോൾ യേശു ഒരു മനസ്സലിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അവൻ മനസ്സലിഞ്ഞ് കരുണ തോന്നി നമുക്ക് അനുഗ്രഹങ്ങൾ നൽകും, രോഗസൗഖ്യങ്ങൾ നൽകും, നമ്മുടെ കടബാധ്യതയിൽ നിന്ന് വിട്ടുതൽ നൽകും, കുടുംബത്തിൽ സമാധാനം അവിടെ നൽകും. എല്ലാ മേഖലയിലും നമുക്ക് അനുഗ്രഹം നൽകുന്നവനാണ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നവർ ഇങ്ങനെ മാത്രം പ്രതീക്ഷിച്ച് വരാൻ തുടങ്ങി. ഇത് മാത്രം പ്രതീക്ഷിച്ച് വരാൻ തുടങ്ങി. ദൈവവചനം കേൾക്കാനായിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന അവർ സന്ധ്യ വരെയും വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവരോട് യേശുവിന് മനസ്സലിഞ്ഞ് അവർക്ക് രോഗശാന്തി യേശു കൊടുത്തു. മാത്രമല്ല, യേശു അവിടെ രോഗങ്ങളെ സുഖപ്പെടുത്തുക മാത്രമല്ല, അവർക്ക് ആഹാരം കൂടി കൊടുത്തു എന്ന് പറയുകയാണ്. അവരുടെ വയറും കൂടെ യേശു നിറച്ചു കൊടുത്തു. അതെവിടെയാണ് പറയുന്നത്? അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ യേശു അപ്പം വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
യേശു അവർക്ക് ആഹാരം കൊടുക്കുകയാണ്. 5 അപ്പം 5000 5000 പുരുഷന്മാർ മാത്രമെന്നാണ് പറയുന്നത്. പുരുഷന്മാർ മാത്രം 5000. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ആ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി സ്ത്രീകൾ കാണും. ഒരു 10,000 സ്ത്രീകൾ കാണും. ഓരോ സ്ത്രീകളുടെ കൂടെ ഒരു 2 കുട്ടികൾ വെച്ച് കൂട്ടിക്ക് അപ്പോൾ 20,000. പുരുഷന്മാരെ കൂട്ടി 5 അപ്പോൾ 25,000. 25,000 പേർക്ക് യേശു ഭക്ഷണം കൊടുത്തു. അപ്പോൾ അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുക മാത്രമല്ല, മനസ്സലിഞ്ഞ് അവർക്ക് ആഹാരം കൂടി യേശു കൊടുത്തു. അപ്പോൾ രോഗശാന്തിയും കിട്ടി, അവരുടെ വയറ് നിറച്ച് ആഹാരവും കിട്ടുന്ന ഒരു അവസ്ഥ സാഹചര്യം അവിടെ ഉണ്ടായപ്പോൾ പിറ്റേ ദിവസവും ആൾക്കാർ ഇതിനു വേണ്ടി തന്നെ വരാനായിട്ട് തുടങ്ങി. പിന്നെ വചനം കേൾക്കുന്നതിലല്ല അവർക്ക് താല്പര്യം, പിന്നെയോ അനുഗ്രഹം കിട്ടുന്നതില്ല, രോഗശാന്തി കിട്ടുന്നതില്ല, ആഹാരം അപ്പം കിട്ടുന്നതില്ല. ഇന്നും നമ്മുടെ പല മേഖലകളിലും നമ്മുടെ വിശ്വാസികൾ അങ്ങനെ ആയിപ്പോയി. വിശുദ്ധ കുർബാനയ്ക്ക് ജീവൻ്റെ അപ്പം സ്വീകരിക്കുന്നതിന് വലിയ പ്രാധാന്യമില്ല. യഥാർത്ഥ ആരാധനകളുടെ ആരാധനയായ വിശുദ്ധ കുർബാന, അതാണ് കത്തോലിക്ക സഭയിൽ നമ്മുടെ ഏറ്റവും അതിപ്രധാനമായ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദു. ആരാധനകളുടെ ആരാധന, കൂദാശകളുടെ കൂദാശ വിശുദ്ധ കുർബാനയാണ്. ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാത്തവർ പോലും അത് കഴിയുമ്പോൾ നൊവേനയുണ്ടെങ്കിൽ അതിനകത്ത് പങ്കെടുക്കും. അവിടെ നൊവേനയും പൂമാലയിട്ട് ആരാധനയുണ്ടെങ്കിൽ അതും, അതിന് സമയത്ത് ചോറുണ്ടെങ്കിൽ, ഊട്ടുനേർച്ചയുണ്ടെങ്കിൽ അതിലും പങ്കെടുത്ത്, തിരി കത്തിച്ചുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ അതിനകത്തും പങ്കെടുത്ത്, അതിനകത്ത് ഭയങ്കര താല്പര്യമാണ്, ആക്റ്റീവാണത്. അപ്പോൾ ഇതാണ് കാര്യസാധ്യത കിട്ടുന്നത്. വിശുദ്ധ കുർബാനയിലൂടെ എന്നാ കിട്ടാനാ അല്ലേ? 1 മണിക്കൂർ നേരം അല്ലെ 3/4 മണിക്കൂർ കുർബാനയ്ക്ക് കൂടിക്കഴിഞ്ഞാൽ എന്നാ കിട്ടാനാ എന്നുള്ള മനോഭാവത്തിൽ കുർബാനയ്ക്ക് കിട്ടാത്ത കാര്യങ്ങൾ ഈ കുർബാന കഴിയുമ്പോഴുള്ള ഊട്ടുനേർച്ചയിലൂടെ അല്ലെങ്കിൽ നൊവേനയിലൂടെ മറ്റേതെങ്കിലും ഭക്ത അഭ്യാസത്തിലൂടെ കിട്ടുമെന്നുള്ള വലിയ അമിത പ്രതീക്ഷയാൽ അങ്ങനൊരു വിശ്വാസത്തെ ജനം അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. പോരെ? അപ്പോൾ കുർബാനയേക്കാൾ വലിയത് എന്താണ്? ഈ സാധനം. കുർബാനയ്ക്ക് കിട്ടാത്ത അനുഗ്രഹങ്ങൾ കൂടെ ഇതിനകത്തൂടെ കിട്ടും. മാത്രമല്ല, ഇങ്ങനെയുള്ളവരുടെ പേരൊക്കെ വിളിച്ചു പറയും. കുർബാനയിലൊന്നും വിളിച്ചു പറയല്ലോ, അനുഗ്രഹം കിട്ടിയവരുടെ പേരും അനുഗ്രഹം കിട്ടാനുള്ളവരുടെ അപേക്ഷകളെല്ലാം വിളിച്ചു പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നത് കൊണ്ട്, അധികാരികൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ജനങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൽ വലിയ പ്രാധാന്യത്തിലൂടെ ജനത്തിന് തന്നെ തോന്നുക ഇതാണ് പ്രധാനമെന്ന്. ജനത്തിന് തന്നെ ഒരു തോന്നലുണ്ടാകുക കുർബാനയേക്കാൾ പ്രാധാന്യം ഇതാണ്. അപ്പോൾ ജീവൻ്റെ അപ്പത്തേക്കാൾ ലോകം കൊടുക്കുന്ന ലോകത്തിൻ്റെ അപ്പത്തിന് വേണ്ടി കടിപിടി കൂടുന്ന, അതിനു വേണ്ടി തീക്ഷ്ണമായി പരിശ്രമിക്കുന്ന, അതിനു വേണ്ടിയുള്ള നെട്ടോട്ടമായി മാറി ഇന്ന് വിശ്വാസികൾ. ഹല്ലേലൂയ! ഇത് വളരെ അപകടകരമായ ആധ്യാത്മികതയാണ്. ഹല്ലേലൂയ! യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. അവിടെ വചനം പറയുകയാണ്, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചു വന്നത്. അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, എന്നിലൂടെ നടന്ന അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നത്. അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ എന്നെ അന്വേഷിച്ചു വന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന ജീവൻ്റെ
നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം അപ്പം തിന്നവരെ വീണ്ടും മറുകരയിൽ പിറ്റേ ദിവസം കണ്ടപ്പോൾ പിറ്റേ ദിവസം യേശുവിനെ അന്വേഷിച്ച് അവർ വന്നത്. ആ വന്നവരോട് യേശു പറയാണ്, ഇന്നലെ നിങ്ങൾ അപ്പം ഭക്ഷിച്ച് തൃപ്തരായി, വയറ് നിറഞ്ഞു. ഇവിടെ നമുക്ക് കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം അവരപ്പം കഴിച്ചു, അവരെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് അവർക്ക് വയറ് നിറച്ച് ആഹാരം കൊടുത്തു, അവർക്ക് അനുഗ്രഹം കൊടുത്തു, അവരെ മനസ്സലിഞ്ഞു, വയറ് നിറപ്പിച്ച് അവരെ വീട്ടിൽ വിട്ടു. അവരെ തന്നെ പിറ്റേ ദിവസം യേശു കാണുകയാണ്. അല്ലെങ്കിൽ യേശുവിനെ തേടി അവർ യേശു ഇരുന്ന ആ ഗ്രാമത്തിലോട്ട് യേശുവിനെ തേടി വന്നു. ഇന്നലെ അവരെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ യേശു ഇന്ന് അവരെ കണ്ട് മനസ്സലിഞ്ഞില്ല. അവരുടെ സഹതാപം തോന്നിയില്ല. സെയിം സമൂഹമാണ്, പക്ഷേ ഇന്നലെ കാണിച്ച മനസ്സലിവോ സഹതാപമോ കരുണയോ ഇന്ന് അവരോട് കാട്ടിയില്ല. കാരണം ഇന്നലെ അവരുടെ അവസ്ഥകളെ കണ്ട് യേശു അവർക്ക് ആഹാരം കൊടുത്തു, അവരെ തൃപ്തിയാക്കി വിട്ടു. ആ വയറ് നിറച്ച അനുഭവം കണ്ട് അതുകൊണ്ട് ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് അവർ വന്നത്. ഇന്നലെ ആഹാരത്തിന് വേണ്ടി വന്നവരല്ല, ഇന്നലെ വചനം കേൾക്കാൻ വന്നവരാ. വചനം കേട്ട് മടുത്തു കഴിഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തു? വചനത്തോടൊപ്പം അവർക്ക് അപ്പവും കൊടുത്തു, വയറ് നിറച്ചു കൊടുത്തു. എന്നാൽ ഇന്ന് യേശുവിൻ്റെ അടുക്കൽ അവർ വന്നത് വചനം കേട്ട ഓർമ്മയിൽ നിന്നല്ല, അപ്പം തിന്ന ആ തൃപ്തിയിൽ നിന്നാണ് യേശുവിൻ്റെ അടുക്കൽ വന്നത്. ഇന്നലെ അവരോട് കാണിച്ച മനസ്സലിവ് ഈശോ ഇന്ന് അവരോട് കാണിച്ചില്ല. ഇന്ന് മറ്റൊരു അപ്പത്തെക്കുറിച്ച് യേശു അവരോട് പറയുകയാണ്. എന്താണ്? സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പത്തെക്കുറിച്ച്, ദൈവം നൽകുന്ന നിത്യജീവൻ നൽകുന്ന ആ അപ്പത്തെക്കുറിച്ച് യേശു അവരോട് പറയുകയാണ്. അതെ, മരുഭൂമിയിൽ വെച്ച് ദൈവം ഇസ്രായേൽ ജനത്തിന് അപ്പം കൊടുത്തു, മന്നാ കൊടുത്തു. ഇസ്രായേൽ ജനത്തെ ദൈവം 40 വർഷക്കാലം നടത്തി. അവർക്ക് മന്ന എന്ന അപ്പം കൊടുത്താണ് ദൈവം നടത്തിയത്. എന്നിട്ടും അവർ മരിച്ചുപോയി. അപ്പോൾ വയറ് നിറയ്ക്കുന്ന അപ്പം നമ്മൾ എത്ര കഴിച്ചാലും, ഭൗതികമായ അനുഗ്രഹങ്ങൾ നമുക്ക് എത്ര കിട്ടിയാലും, അത് ദൈവം തന്നെ നമുക്ക് തരുന്നതാണെങ്കിലും നമ്മൾ മരിച്ചു പോകും. നമുക്കൊരു ഭൗതികമായ മരണമുണ്ട്. അപ്പോൾ ഭൗതികമായ അപ്പം എത്ര കിട്ടിയാലും, ഭൗതികമായ അനുഗ്രഹങ്ങൾ എത്ര തന്നെ നമ്മൾ പ്രാപിച്ചാലും, നമ്മുടെ വയറ് നിറഞ്ഞാലും നമുക്കൊരു മരണമുണ്ട്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ഞാനാകുന്നു എന്ന് യേശു പറയുക. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ, യേശു എന്ന അപ്പത്തെ ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതാണ് നിത്യജീവൻ നൽകുന്ന അപ്പം. അവന് മരണമില്ല, മരണം എന്നില്ല. മരണം ഒരു ഉറക്കം മാത്രമാണ്. നിത്യജീവൻ, നിത്യമായ ഒരു ജീവൻ നൽകുന്ന ഒരപ്പമാണ് യേശു എന്ന അപ്പം. യേശുവിനെ നമ്മൾ ഭക്ഷിക്കുക, യേശുവിനെ നമ്മൾ ഹൃദയത്തിൽ കർത്താവായി, ഹൃദയത്തിൻ്റെ ഉടമസ്ഥനായി നമ്മൾ ഏറ്റെടുത്താൽ, യേശുവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിൽ, ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ജീവിച്ചാൽ അത് നമുക്ക് നിത്യജീവൻ നമുക്ക് നൽകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ദൈവം നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന നമ്മളെ നിത്യമായ ജീവിതത്തിലോട്ട്, മരണത്തിനും അപ്പുറമുള്ള നിത്യമായ മരണമില്ലാത്ത ജീവനിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരപ്പമാണ് യേശു എന്ന അപ്പം. ഈ യേശു എന്ന അപ്പത്തെ, ജീവൻ്റെ അപ്പത്തെ നമ്മൾ ഭക്ഷിക്കുന്നവരായി മാറണം. ഞാൻ നൽകുന്ന അപ്പം, എന്നെ ഭക്ഷിക്കുന്നവൻ
മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. ഈ അപ്പത്തെ ഭക്ഷിക്കാൻ നമ്മൾ എത്ര പേരൊക്കെ താല്പര്യം കാണിക്കുന്നുണ്ട്, ജാഗ്രത കാണിക്കുന്നുണ്ട്, തീഷ്ണത കാണിക്കുന്നുണ്ട്, ഒരു സ്നേഹം നമ്മൾ കാണിക്കുന്നുണ്ട്. യേശുവിനെ ഭക്ഷിക്കാൻ, ഒന്ന്, വിശുദ്ധ കുർബാനയിലൂടെ യേശുവിനെ നമുക്ക് ഭക്ഷിക്കാം. രണ്ട്, ദൈവവചനം, അത് ജീവൻ്റെ അപ്പമാണ്. ദൈവവചനത്തിലൂടെ, ദൈവവചനത്തെ സ്വീകരിക്കുന്നതിലൂടെ, വചനം ധ്യാനിക്കുന്നതിലൂടെ, വചനത്തെ അനുസരിക്കുന്നതിലൂടെ യേശുവിനെ നമ്മൾ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിനെ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇതാണ് ദൈവവചനം, അത് ജീവൻ്റെ അപ്പമാണ്. ഈ അപ്പത്തെ നമ്മൾ ഭക്ഷിക്കുന്നതിലൂടെ, വിശുദ്ധ കുർബാനയിൽ പൂർണ്ണ മനസ്സോടെ എൻ്റെ മനസ്സ് മുഴുവൻ കേന്ദ്രീകരിച്ച് അതിനകത്ത് പങ്കാളിയാകുന്നതിലൂടെ, വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ഞാൻ യേശുവിനെ ഭക്ഷിക്കുകയാണ്.